Good morning, everyone. Good morning, ma'am. Yeah, good morning. Okay. നമ്മുടെ ആക്റ്റീവ് വോയിസ് ആൻഡ് പാസീവ് വോയിസ് കംപ്ലീറ്റ് ചെയ്തില്ലേ? ചെയ്തിരുന്നോ അശ്വൻ? എല്ലാ ടെൻസും പറഞ്ഞില്ലേ? യെസ്. ഓക്കെ. കുറച്ച് ആക്ടിവിറ്റീസ് ഞാൻ തരാം, അതൊന്ന് ക്ലിയർ ചെയ്യാൻ എല്ലാവരും. ഓക്കെ, നോട്ട്ബുക്കിൽ എഴുതിയെടുക്കാം, എന്നിട്ട് പാസീവ് വോയിസിലൊക്കെ ചേഞ്ച് ചെയ്യാം. ഓക്കെ, okay, take your notebook, write down the active voice. First one is, he had completed the assignment. He had completed the assignment. Next, they had planted a fruit tree. Okay, ഞാൻ ടെക്സ്റ്റ് ചെയ്യുന്നുണ്ട്, ഡൗട്ട് ഉണ്ടെങ്കിൽ നോക്കി എഴുതാം. They had planted a fruit tree. She had solved the problems. The tailor sewed a drum. The police officer arrested the robber. Simi washed the dishes. We were waiting for the bus. He was playing cricket. We are watching TV. Next, I kicked the ball. The teacher explains the topic. She will cook meal. We will sing a song. I will have written the letter.
He will have painted the picture. They will have went to the house. She will have made the dress. He has finished his work. They have played football. Okay. Okay. Finished. Okay. Change these into passive voice. Okay. Okay. എല്ലാവരും എഴുതിയെടുത്തോ? റെസ്പോണ്ട് ചെയ്യൂ. Is it finished or not? No. Okay. കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോ പറയണം. ഓക്കെ.
Has anyone finished? Anyone? Give me answer.
Anyone? ആരെങ്കിലും ഫിനിഷ് ചെയ്തോ ഇല്ലയോ? റെസ്പോണ്ട് ചെയ്യൂ. ഓക്കെ, ഹെലൻ കഴിഞ്ഞോ? ഹെലൻ, അശ്വിനി, കഴിഞ്ഞോ? Helen and Ashwini, can you hear me? Are you there? നിങ്ങൾ ക്ലാസ്സിലുണ്ടോ അല്ലെങ്കിൽ വെറുതെ ജോയിൻ ചെയ്തിട്ട് എവിടെയെങ്കിലും ശ്രദ്ധിച്ചിരിക്കുകയാണോ? ഓക്കെ, അശ്വിനി ക്ലാസ്സിലുണ്ടോ? ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഇല്ലയോ? എഴുതി കഴിഞ്ഞോ? ഇല്ല. എഴുതുന്നുണ്ടോ? ഉണ്ട്. ചിലതൊന്നും കൺഫ്യൂഷനിലിരിക്കും. ഓക്കെ, എന്നാൽ എഴുതൂ. കിട്ടാത്തത് ഞാൻ പറയും.
ആൻസർ എല്ലാവരും ടെക്സ്റ്റ് ചെയ്യണം, മസ്റ്റ് ആണ്. ഓക്കെ, you should text the answers. You should. Ashwin, Ashwini, Tibin, Gada, Helen. പിന്നെ പേരെന്താണ്? മുഹമ്മദ് സിനാൻ ആണോ? കറക്റ്റ് ആണോ ഞാൻ പറഞ്ഞ പേര്? ഓക്കെ, സോ എല്ലാവരും ആൻസർ ടെക്സ്റ്റ് ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് വൺ എന്തായാലും കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഫസ്റ്റ് വണ്ണിന്റെ ആൻസർ ടെക്സ്റ്റ് ചെയ്ത് എല്ലാവരും. He had completed the assignment എന്ന് പറയുന്ന ആക്റ്റീവ് വോയിസിനെ പാസീവ് വോയിസിലേക്ക് മാറ്റാനാണ്. സോ അതിന്റെ ആൻസർ എല്ലാവരും ടെക്സ്റ്റ് ചെയ്യാം. ഓക്കെ, ക്ലാസ്സിൽ ആരൊക്കെയുണ്ടോ അവരെല്ലാവരും ടെക്സ്റ്റ് ചെയ്യണം. ടെക്സ്റ്റ് ചെയ്യൂ, ഞാൻ നിങ്ങളോടല്ലേ പറയുന്നത് ടെക്സ്റ്റ് ചെയ്യാനായിട്ട്. ആ ടിബിൻ ടെക്സ്റ്റ് ചെയ്തു. നെക്സ്റ്റ് എല്ലാവരും ചെയ്യണം. ഓക്കെ, ഈ ടെക്സ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് ആൻസർ പറയും. അശ്വൻ, യെസ്. ഗാഥ ടെക്സ്റ്റ് ചെയ്യൂ. ബാക്കി എല്ലാവരും ക്ലാസ്സിലുണ്ടോ ഇല്ലയോ? അശ്വിനി ആൻസർ പറയൂ. ഹെലൻ, നിങ്ങൾ ഞാൻ പറയുന്നത് വലുത് കേൾക്കുന്നുണ്ടോ? ആ, നിങ്ങൾ എന്റെ ക്ലാസ് കേൾക്കാൻ വേണ്ടിയാണോ ക്ലാസ്സിലിരിക്കുന്നേ? ആണോ? ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയാണോ ക്ലാസ്സിൽ ജോയിൻ ചെയ്തേ? അശ്വിനി ആൻഡ് ഹെലൻ എന്തെങ്കിലും റെസ്പോണ്ട് ചെയ്യും. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടെങ്കിൽ റെസ്പോണ്ട് ചെയ്യും. ഓക്കെ, ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യൂ, ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറയും. ഇത് നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ആൻസർ പറയുന്നുണ്ടോ ഇല്ലയോ?
ഇത്രയും പറഞ്ഞിട്ടും ഒരു റെസ്പോണ്ട് പോലും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളോട് എന്ത് പറയാനാ? നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, പറ്റുമെങ്കിൽ കേൾക്കുക. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിഞ്ഞിട്ട് അത് ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് തരാൻ വേണ്ടിയിട്ടാണ് വീണ്ടും 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 ചോദിക്കുന്നത്. അല്ലാതെ എനിക്ക് പഠിക്കാൻ വേണ്ടിയിട്ടല്ല. ഓക്കെ, നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. അത് നിങ്ങൾക്ക് കുറച്ചിങ്ങനെ മനസ്സിലാവും. Okay, first one answer is the assignment had been completed by him. We are correct on it. The assignment had been completed by him. Okay, in the second one, they had planted a fruit tree. They had planted a fruit tree. Answer ടെക്സ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യാം. അൺമ്യൂട്ട് ചെയ്തിട്ട് ആൻസർ പറയും. ഓക്കെ, ഏത് വേണമെങ്കിലും പെട്ടെന്ന് ഒന്ന് ചെയ്യൂ. എന്തായാലും സെക്കൻഡ് വൺ ആൻസർ നിങ്ങൾ ഓൾറെഡി എഴുതിയിട്ടുണ്ടാവും അല്ലെ? ഓക്കെ, a fruit tree had been planted by him. Sorry, by them. Okay, correct. Next, she had solved the problems. She had solved the problems. She had solved the problems. The problems had been solved by her. Okay, correct. Next, the tailor sewed a dress. The tailor sewed a dress. The tailor sewed a dress. Okay, ഇതുവരെ പറഞ്ഞ ഏത് ടെൻസ് ആണെന്ന് പറയാമോ? ഫസ്റ്റ് നമ്മൾ മൂന്നെണ്ണം കംപ്ലീറ്റ് ചെയ്തു. അത് മൂന്നും ഏത് ടെൻസ് ആണെന്ന് പറയാമോ? He had completed the assignment. They had planted a fruit tree. She had solved the problems. ഇതെല്ലാരും ഏത് ടെൻസ് ആണ്? അശ്വൻ പറയൂ. Past perfect ആണ്. Okay, correct ആണ്. Past perfect ആണ്. Okay, ഇനി fourth one. The tailor sewed a dress. അതിന്റെ ആൻസർ പറയൂ എല്ലാവരും. ടെൻസ് ഏതാണ്? Okay, ആൻസർ പറയൂ അശ്വിൻ.
The tailor sewed a dress. A dress was sewed by the tailor. Okay. ഇവിടെ മിസ്റ്റേക്ക് ഉണ്ട്. കാരണം സ്യൂ എന്നാണ് വേർഡ്. വെർബ് സ്യൂ ആണ്. അതിന്റെ V1, V2, V3 എന്തായിരിക്കും വരാ? പറയൂ. ഓക്കെ, ഇങ്ങനെയാണ് വരാം. അപ്പൊ കറക്റ്റ് ആൻസർ എ ഡ്രസ് വാസ് sewn by the tailor എന്നാണ് വരാം. ഓക്കെ, അവിടെ മാത്രമേ മിസ്റ്റേക്ക് ഉള്ളൂ. ഞാൻ പ്രതീക്ഷിച്ചതാണ്. ഓക്കെ, a dress was sewn by the tailor. Okay, yeah. The fifth one, the police officer arrested the robber. Okay, change it to passive voice and text me. The police officer arrested the robber. പെട്ടെന്ന് ആൻസർ ചെയ്യാലോ, പെട്ടെന്ന് ടൈപ്പ് ചെയ്യൂ. ഓക്കെ, the police officer arrested the robber. Which tense is used there? The police officer arrested the robber. Which tense is used? ഒന്ന് സംസാരിക്കൂ. അശ്വൻ, ഏത് ടെൻസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്? പറയൂ, അൺമ്യൂട്ട് ചെയ്ത് പറയൂ അശ്വൻ. Fifth one, answer text you. Yeah, continuous ആണ്. Okay. കണ്ടിന്യൂസ് ആണ്. ഏത് കണ്ടിന്യൂസ് ആണ് അശ്വൻ? കണ്ടിന്യൂസോ? ഏതാണ് കണ്ടിന്യൂസോ? ഞാൻ ചോദിച്ചു ഏതായിരുന്നു? The police officer arrested the robber എന്ന് പറയുന്ന സെന്റൻസ് കണ്ടിന്യൂസ് ആണോ? Simple past ആണ്. Okay, simple past. Yeah. Okay, answer ചെയ്യൂ. ഓരോന്നിന്റെ ആൻസർ ഒന്ന് ടെക്സ്റ്റ് ചെയ്യാവോ എല്ലാവരും? ഓക്കെ, എല്ലാ ആൻസറും ടെക്സ്റ്റ് ചെയ്തോളൂ കേട്ടോ. എല്ലാ ആൻസറും ടെക്സ്റ്റ് ചെയ്യും എല്ലാവരും. എല്ലാവരും ഇല്ല, ടിബിൻ ആൻഡ് അശ്വിൻ മാത്രമേ ചെയ്യുന്നുള്ളൂ കറക്റ്റ് ആയിട്ട്. ഓക്കെ, അവരെങ്കിലും ചെയ്യും. ആരെങ്കിലും റെസ്പോണ്ട് ചെയ്യുന്നുണ്ടല്ലോ?
എല്ലാ ആൻസറും ടെക്സ്റ്റ് ചെയ്തോളൂ. ഓക്കെ, ഞാൻ ചെക്ക് ചെയ്യുന്നുണ്ട്. ഓരോന്നും ടെക്സ്റ്റ് ചെയ്യാം. The robber was arrested by the police officer. Okay, correct ആണ്. Next, the dishes were washed by Simi. Okay, the dishes were washed by Simi. Next, we were waiting for the bus. We were waiting for the bus. The bus was being waited by us. അവിടെ 4 ഉണ്ട് ട്ടോ. The bus was waiting. Sorry, the bus was being waited for by us എന്നാണ്. ഒരു waited ഉണ്ടല്ലോ, waited for ഉണ്ടല്ലോ. Okay, waited for by us ആണ്. The bus was being waited for by us. Okay. Next one, they were planting flowers in the garden. They were planting flowers in the garden. Okay, ആ സെന്റൻസിലോ ഒബ്ജക്ട് ചെയ്താ നോക്കാം. They were planting flowers in the garden എന്ന് പറയുന്ന സെന്റൻസിലോ ഒബ്ജക്ട് ഏതാണ്? Object. First object ചെയ്താ, then auxiliaries ചെയ്താ, then ing form ഉണ്ട്, bother എഴുതാ, അതിനുശേഷം എന്താണ് വരാ? ആൻസർ ഒന്ന് പറഞ്ഞു നോക്കി. ആൻസർ ഒന്ന് പറയൂ. ഒബ്ജക്റ്റ് ഫ്ലവേഴ്സ് ആണ്. ഓക്കെ, ഇത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. സോ ഫ്ലവേഴ്സ് എന്ന് പറയുമ്പോൾ കൂടി വരുന്ന ഓക്സിലറി ഏതാണ്? വാസ് ഓവർ,
Plural ആയതുകൊണ്ട് വേറാണ് വരാ. Flowers were being planted in the garden by them ആണ്. Okay. Flowers were being planted in the garden by them. Okay. Flowers were being planted in the garden by them. Next one, he was playing cricket. He was playing cricket. He was playing cricket. Tense ഏതാണ്? Past continuous തന്നെയാണ്. Okay. He was playing cricket, which is object. Yeah, cricket was being played by him. Yeah, cricket was being played by him. Okay, next one, we are watching TV. Yeah, cricket was being played by him. Next, we are watching TV. We are watching TV. We are watching TV എന്ന് പറയുമ്പോൾ present continuous tense ആണ്. We are watching TV, change, passive voice. Get out. Okay, the answer is TV is being watched by us. TV is being watched by us. Next, I kick the ball. I kick the ball. I kick the ball എന്ന് പറയുന്നത് simple present tense ആണ്. Ball ആണ് അവിടെ object. So the ball എന്ന് പറയുന്നത് singular noun ആണ്. So is ആണ് വരാ. The ball is kicked by me എന്നാണ് വരാ. The ball is kicked by me. Next, the teacher explains the topic. Topic ആണ് അവിടെ object. The topic എന്ന് പറയുന്നത് singular ആണ്. So the topic is explained by the teacher. She will cook meal. ഇത് future ആണ്. Simple future ആണ്. So meal ആണ് അവിടെ object. Meal will കൂടെ be ആണ് വരാ. Meal will be cooked by her ആണ് വരാ. You will sing a song. It's also a simple future tense. Okay. The object is a song and a song will be sung by you. I will have written the letter. It's a symbol. It's a future perfect tense. The letter will have been written by me and answered. He will have painted the picture. The picture will have been painted by him. Next, they will have built the house. The house will have been built by them. Next, she will have made the dress. The dress will have been made by her. He has finished his work. So, present perfect tense. His work has been finished by him. They have played football.
the football had been played by the. Okay, ഇങ്ങനെയാണ് ആൻസർ വരാം. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ക്ലാസ് എടുക്കുന്നത്, എനിക്ക് വേണ്ടിയിട്ടല്ല. അത് ആദ്യം മനസ്സിലാക്കാം. ഓക്കെ, ക്ലാസ് എടുക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണ്. ഓക്കെ, ഐ നോ. ബട്ട് റെസ്പോണ്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഓക്കെ, ഇത് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണ്. എനിക്ക് നിങ്ങളുടെ ക്ലാസ്സിലുണ്ടോ, നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. ഓക്കെ, നിങ്ങളുടെ ക്ലാസ്സിലുണ്ട് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻസ് എല്ലാം തരുന്നത് എനിക്ക് പഠിക്കാനല്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. എല്ലാവരും ഇപ്പോ ക്ലാസ് എടുക്കുന്നത് ഇവിടെ ഏത് സബ്ജക്ട് ആയിക്കോട്ടെ, ഓക്കെ, എന്തായാലും ടീച്ചേഴ്സ് അത്രയും എഫോർട്ട് എടുത്തിട്ടാണ് നിങ്ങൾക്ക് ഓരോ ക്ലാസ്സും എടുക്കുന്നത്. ഓക്കെ, അതെങ്കിലും മനസ്സിലാക്കാം. ഓരോ ക്ലാസ്സും അത്രയും എഫോർട്ട് എടുത്ത് ഇവിടെ നിന്ന് സംസാരിച്ച് നിങ്ങൾക്ക് പറഞ്ഞാല് ഇതൊന്നും ചെറിയൊരു കാര്യമല്ല. ഓക്കെ, അപ്പൊ അവർക്ക് തിരിച്ചു കൊടുക്കേണ്ടത് റെസ്പോൺസ് മാത്രമാണ്. നിങ്ങൾ അത്ര മാത്രമേ ചെയ്യുന്നുള്ളൂ. അത് മാത്രം ചെയ്താൽ മതി. ഒന്ന് റെസ്പോണ്ട് ചെയ്യാം. ജസ്റ്റ് ഒരു തംസ് അപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ടെക്സ്റ്റ് ചെയ്യോ എന്തെങ്കിലും ചെയ്യാവുന്നതാണ്. ഓക്കെ, സംസാരിക്കാനൊന്നും ഞാൻ പറയുന്നില്ല, ആരും പറയുന്നില്ലല്ലോ സംസാരിക്കാനൊന്നും. പിന്നെ ഇംഗ്ലീഷ് ആണ്. ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ സ്കില്ലാണ്, സ്കിൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ് ഈ കോഴ്സ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത് തന്നെ, ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. അല്ലാതെ എക്സാം ഇല്ല, ഞാനത് അഗ്രി ചെയ്യുന്ന എക്സാം ഇല്ല അല്ലെ. ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹമുണ്ട്, സംസാരിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് കുറച്ചുപേരെ ഉള്ളു ക്ലാസ്സിൽ. ഓക്കെ, പഠിക്കാൻ വേണ്ടി ജോയിൻ ചെയ്തതാണ്. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ക്ലാസ്സിൽ ജോയിൻ ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമില്ല, റെസ്പോണ്ട് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ ക്ലാസ്സിൽ ജോയിൻ ചെയ്യേണ്ട ആവശ്യമില്ല അല്ലെ. അപ്പൊ നിങ്ങൾ ക്ലാസ്സിൽ വന്നിരിക്കുന്നത് പഠിക്കാനാണ്, ഇംഗ്ലീഷ് കുറച്ചുകൂടെ അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ആ ടീച്ചർ ഒന്ന് റെസ്പോണ്ട് ചെയ്യാൻ പറയുമ്പോൾ കുറച്ചെങ്കിലും ഞങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് റെസ്പോണ്ട് ചെയ്യും. ഓക്കെ, എല്ലാവരും ഫോണിലാണ് ക്ലാസ് കേൾക്കുന്നത് അല്ലെ. നേരെ ഫിംഗർ ടിപ്സിലുണ്ട്, ഇതെല്ലാം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് ടച്ച് ചെയ്താൽ മാത്രം മതി അല്ലെ, റെസ്പോൺസ് ആവും. അതുകൊണ്ട് ഞങ്ങൾക്ക് എന്താ കിട്ടുക, നിങ്ങൾ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ മാത്രമേ പറ്റുള്ളൂ. അത് മാത്രം മതി. ഓക്കെ, അല്ലാതെ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്നില്ലെങ്കിൽ ക്ലാസ് എടുക്കുന്നതെന്ന് ആലോചിച്ച് നോക്കി. എത്രയോ ബുദ്ധിമുട്ടിയിട്ടാണ് എല്ലാവരും വന്ന് ക്ലാസ് എടുക്കുന്നത്. നിങ്ങൾക്ക് പറഞ്ഞു തരാനല്ലേ അല്ലെ, നിങ്ങൾക്കല്ലേ ക്ലാസ് എടുക്കുന്നത്. ഞങ്ങൾ ഓരോ കാര്യങ്ങളും എത്രയോ റെഫർ ചെയ്തിട്ടാണ് എല്ലാവരും ക്ലാസ് എടുക്കുന്നത്. അത് ആർക്ക് വേണ്ടിയിട്ടാണ്? നിങ്ങൾക്ക് അത്രയും അറിവ് കിട്ടിക്കോട്ടെ, നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കുറച്ചുകൂടെ മനസ്സിലാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഓരോ പോർഷൻസിനും ഒരുപാട് റെഫർ ചെയ്ത് ഓരോ നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് അത് നിങ്ങൾക്ക് തന്ന്, അത് കൂടാതെ കുറെ എക്സസൈസ് ഒക്കെ ചെയ്യിപ്പിച്ച് എല്ലാം ചെയ്യിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങളോട് ഞാൻ പറയുന്നത് റെസ്പോണ്ട് ചെയ്യൂ. ക്ലാസ്സിൽ വന്നിരുന്നപ്പോ തുടങ്ങി ഞാൻ പറയുന്ന റെസ്പോണ്ട് ചെയ്യുന്നു. ഓക്കെ, അതെങ്കിലും നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളോട് പിന്നെ എന്താ ഞാൻ പറയാം. ഞാൻ ദേഷ്യപ്പെട്ട ഒന്നുമല്ല പറയുന്നത്, അതൊന്ന് മനസ്സിലാക്കാം. ഓക്കെ, ആ സിറ്റുവേഷൻ ഒന്ന് മനസ്സിലാക്കാം. ഇവിടെ ഇരുന്ന് പറയുമ്പോ അത് ക്ലാസ് എടുക്കുമ്പോഴോ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, നിങ്ങൾ അവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് പോലും എനിക്കറിയില്ല. എന്നിട്ട് ഞാൻ പറയുന്നത് റെസ്പോണ്ട് ചെയ്യൂ. ആരുമില്ല, പിന്നെ ഞാൻ ആർക്ക് വേണ്ടി ക്ലാസ് എടുക്കാം? ഞാൻ വെറുതെ ഇങ്ങനെ പറഞ്ഞു പോണം. റെസ്പോണ്ട് ചെയ്യാൻ പറയുന്നത്, ഡൗട്ട് നീ ചോദിക്കാൻ പറയുന്നത് അത്രയും ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ഓരോ എക്സസൈസും ഇത് ചെയ്യിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങൾക്കത് മനസ്സിലായോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയാണ്. ഇനിയിപ്പോ സപ്പോസ് മനസ്സിലായില്ലെങ്കിൽ അത് കുറച്ചുകൂടി നന്നായിട്ട് പറഞ്ഞു തരാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഓരോ ആക്ടിവിറ്റീസും ഓരോ എക്സസൈസും ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, ഇപ്പോ റെക്കോർഡ് ക്ലാസ് കാണുന്നവർക്കാണെങ്കിൽ നിങ്ങൾ ഡൗട്ട് ചോദിക്കുമ്പോൾ ആ ഡൗട്ട് അവർക്ക് കൂടി ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ക്ലിയർ ആവില്ലേ ചെയ്യാ. അതിനു വേണ്ടിയിട്ടാണ് റെസ്പോണ്ട് ചെയ്യൂ എന്ന് പറയുന്നത്. എന്തെങ്കിലും ഒരു തംസ് അപ്പ് എങ്കിലും മതി. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്, അത് ക്ലാസ്സിൽ ഉണ്ട് എന്ന് അറിയാൻ മാത്രമേ ഞങ്ങൾക്ക് പറ്റുള്ളൂ. അതിനാണ് ഈ റെസ്പോണ്ട് ചെയ്യാൻ പറയുന്നത്. അതെങ്കിലും ചെയ്യും കറക്റ്റ് ആയിട്ട്. വേറൊന്നും ഞാൻ പറയുന്നില്ല, അതെങ്കിലും റെസ്പോൺസ് എങ്ങനെ കറക്റ്റ് ആയിട്ടൊന്ന് ചെയ്താൽ മതി. ഓക്കെ, സോ അത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്ത ക്ലാസ്സിൽ റെസ്പോണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ റെസ്പോണ്ട് ചെയ്യാം. ഓക്കെ, സോ താങ്ക് യു. മൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു ഓൾ. Thank you, ma'am. Thank you, ma'am.